الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതിന്റെ സൽഫലങ്ങളൊക്കെയും നമ്മുടെ ഇഹപര ജീവിതങ്ങൾ നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നാം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അള്ളാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്ന ഒരു കഥാസന്ദർഭത്തെ പരിചയപ്പെടാനും വിശകലനം നടത്താനുമാണ് ഇന്നത്തെ ഖുത്ബയിൽ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിന്റെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ വളരെ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു യുവാവ് ആ സന്ദർഭങ്ങളോടും ആ സാഹചര്യങ്ങളോടും എങ്ങനെയാണ് പ്രതികരിച്ച് അതിജീവിച്ച് മുന്നോട്ടു പോയത് എന്നതിന്റെ കഥയാണത്. കഥാനായകൻ മഹാനായ മൂസ അലൈഹിസ്സലാം ആണ്. മൂസാ നബി അലൈഹിസ്സലാമിയുടെ കഥ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി വിശദീകരിച്ചിട്ടുള്ളതാണ്.
അതിലെ ഒരു കഥാസന്ദർഭം അല്ലെങ്കിൽ ആ കഥയിലെ മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിലെ ഒരു ഘട്ടം അദ്ദേഹം യുവാവായത് മുതൽ ആരംഭിക്കുന്നതാണ്. വലമ്മ ബലഗ അശുദ്ധഹു വസ്തവ ആതൈനാഹു ഹുക്മൻ വഇൽമ വകദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ ആ ഘട്ടത്തെ പരിചയപ്പെടുത്തുന്നതിന് അള്ളാഹു തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിന് പ്രായപൂർത്തിയാവുകയും യുവത്വത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്ത ഘട്ടമാകുമ്പോഴേക്ക് ആതൈനാഹു ഹുക്മൻ വഇൽമ, അദ്ദേഹത്തിന് നാം ആത്മീയ വിജ്ഞാനവും ഭൗതിക വിജ്ഞാനവും നൽകിയിട്ടുണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമക്ക് പ്രവാചകത്വം കിട്ടുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഈജിപ്തിലെ അദ്ദേഹം ചെറുപ്പകാലം മുതൽ കടന്നുവന്ന ജീവിത സാഹചര്യം വഴി എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ രാജകൊട്ടാരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടുക വഴി അക്കാലത്തെ ഭൗതിക വിജ്ഞാനങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ അല്ലെങ്കിൽ അവിടെ വിജ്ഞാന സമ്പാദനത്തിന് അവസരമുണ്ടായി മൂസാ നബി അലൈഹി സ്വലാമക്ക്. മറുഭാഗത്ത് മുലയൂട്ടാൻ വേണ്ടി സ്വന്തം മാതാവിങ്കൽ ഏൽപ്പിക്കപ്പെടുക വഴി ബനു ഇസ്രായേൽ സമുദായത്തിലെ ഒരു കുടുംബം എന്നുള്ള നിലക്ക് പൂർവകാല പ്രവാചകന്മാർ പഠിപ്പിച്ചുപോയ മതാധ്യാപനങ്ങൾ, ആത്മീയ അധ്യാപനങ്ങൾ, അത് ഉമ്മയിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം സമുദായത്തിൽ നിന്ന് ഒക്കെ അത് സ്വായത്തമാക്കുവാനും മൂസാ നബി അലൈഹി സ്വലാമക്ക് അവസരമുണ്ടായി. അതിനെക്കുറിച്ചാണ് ആതൈനാഹു ഹുക്മൻ വഇൽമൻ, സമന്വയിപ്പിച്ചുകൊണ്ട് ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും നേടിയെടുക്കാനുള്ള സാഹചര്യം മൂസാ നബി അലൈഹി സ്വലാമക്ക് ഉണ്ടായി. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകുന്നതിനിടയിലായി നമുക്കൊക്കെ അറിയാവുന്നതുപോലെ, അത് വിശദീകരിക്കുന്നില്ല, അദ്ദേഹം തന്റെ സമുദായവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഇടപെടുകയും സാമുദായികത എന്ന ഒരു കാര്യം അദ്ദേഹത്തിൽ ഒരു പരീക്ഷണമായി പിശാച് പ്രയോഗിക്കുകയും അതുവഴി അദ്ദേഹം ഒരു കൊല നടത്തുകയും ഒക്കെ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ ആ തെറ്റിനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും അതിൽ പശ്ചാത്തപിക്കുകയും അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. പക്ഷേ ആ തെറ്റ് പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ, അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനകൾ നടന്ന ഒരു സന്ദർഭത്തിൽ ഒരാൾ വന്ന് മുന്നറിയിപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആണ് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിലെ ജന്മനാട്ടിൽ നിന്നുള്ള പലായനത്തിന് ഹിജ്റക്കൊരുങ്ങുന്നത്. ആ ഹിജ്റയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലമ്മാ തവജ്ജഹ തിൽഖാ മദിയന ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅ സബീൽ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഈജിപ്തിൽ നിന്ന് അദ്ദേഹം മദിയനിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ആ യാത്രയുടെ തുടക്കത്തിൽ എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, നേരായ വഴി കാണിച്ചു തരും, മദീനയിലേക്ക് എത്തിച്ചേരാൻ എന്ന പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം യാത്ര പുറപ്പെടുകയുമാണ്. വലമ്മാ വറദ മാഅ മദിയന വജദ അലൈഹി ഉമ്മതൻ മിനൻ നാസി യസ്ഖൂന വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وابونا شيخ كبير. അങ്ങനെ അദ്ദേഹം മദിയനിൽ എത്തിച്ചേർന്നത് മദിയനിലെ അറിയപ്പെടുന്ന ഒരു ജലാശയത്തിന്റെ, ഒരു കിണറിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ യാത്ര അവസാനിപ്പിച്ചത്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശദീകരിക്കുന്നത്, അവിടെ കുറെ ആളുകൾ തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കുടിപ്പിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അക്കൂട്ടത്തിൽ നിന്ന് പിറകിലേക്ക് മാറി രണ്ട് പെൺകുട്ടികൾ, രണ്ട് സ്ത്രീകൾ മാറി നിൽക്കുകയും തങ്ങളുടെ ആടുകളെ ജലാശയത്തിനടുത്തേക്ക് പോകാൻ അനുവദിക്കാതെ വളരെ ശ്രമകരമായി തടഞ്ഞു നിർത്തുന്നതായിട്ടും അദ്ദേഹം കണ്ടു. അപ്പൊ അത് കണ്ട വേളയിൽ അദ്ദേഹം ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഖാലമാ ഖത്ബുകുമാ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഈ ആട്ടിടയന്മാരൊക്കെ, ആണുങ്ങളായ ആട്ടിടയന്മാർ, അവരൊക്കെയും
അവരുടെ ആടുകൾക്ക് വെള്ളം കുടിപ്പിച്ച് ഒഴിഞ്ഞുപോയതിന് ശേഷമല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കുടിപ്പിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ സ്ത്രീകൾ എന്നുള്ള നിലക്ക് ആണുങ്ങളുമായി തിക്കിത്തിരക്കി ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് അവരുടെ ആവശ്യം പൂർത്തീകരിച്ച് പിരിഞ്ഞു പോകുന്നതുവരെ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ പ്രശ്നം അബൂന ഷേഖുൽ കബീർ, ഞങ്ങൾക്ക് പകരം ആണായി ഞങ്ങളുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി പിന്നെ വരേണ്ടത് വീട്ടിലുള്ള ഞങ്ങളുടെ പ്രായമായി അവശനായ ഞങ്ങളുടെ പിതാവാണ്. അദ്ദേഹത്തിന് അതിന് ശേഷിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുകയാണ് എന്ന് ആ പെൺകുട്ടികൾ മൂസാ നബി അലൈഹി സ്വലാമയോട് പറഞ്ഞു. ഫസഖാലഹുമ, മൂസാ നബി അലൈഹി സ്വലാം അവരുടെ ആടുകളെ തെളിച്ച് അടുത്തേക്ക് കൊണ്ടുപോയി അവയെ വെള്ളം കുടിപ്പിച്ച് ആ പെൺകുട്ടികളെ ഏൽപ്പിച്ച് തിരിച്ചു പോന്നു. പെൺകുട്ടികൾ അവരുടെ വഴിക്ക് പോയി, ആടുകളെ മേച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ തണലിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം മാറിയിരുന്നു. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എന്റെ റബ്ബേ, നീ എനിക്ക് ഈ സന്ദർഭത്തിൽ എനിക്കായി നീ അവതരിപ്പിച്ചു തരുന്ന ഏത് നന്മയും ആ നന്മയിലേക്ക് ഫഖീറാണ് ഞാൻ, ആ നന്മയിലേക്ക് ആവശ്യമുള്ളയാളാണ് ഞാൻ. പ്രാർത്ഥനയുടെ ഏറ്റവും സൗന്ദര്യമുള്ള രൂപങ്ങൾ വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിലൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടുന്നതിന്റെ കുറഞ്ഞ വാക്കുകളിൽ ആശയസമ്പുഷ്ടമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിന്റെ വിവിധ തരം സീഗകൾ, വിവിധ തരം വാചക ഘടനകൾ ഖുർആനിൽ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അതിൽ സവിശേഷമായ ഒന്നാണിത്. മൂസാ നബി അലൈഹി സ്വലാം നീട്ടിപ്പരത്തി തന്റെ പ്രശ്നങ്ങൾ പറയുന്നതിന് പകരം അള്ളാഹുവോട്, എന്റെ നാഥ, നീ എനിക്ക് ഈ സന്ദർഭത്തിൽ എനിക്കായി നീ അവതരിപ്പിച്ചു തരുന്ന ഏത് നന്മയും ഞാൻ അതിനാവശ്യമുള്ളയാളാണ് എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. തുടർന്ന് കുറച്ചു സമയം കഴിയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പെൺകുട്ടികളിൽ ഒരുവൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വരവിനെ, ആ പെൺകുട്ടിയുടെ കടന്നുവരവിനെ വിശേഷിപ്പിക്കുന്നത് ഫജാഅത്ഹു തംശി അല ഇസ്തിഹ്യാഇ. സാധാരണഗതിയിൽ ഒരു യാത്രയെ വിശേഷിക്കുമ്പോൾ അയാൾ വാഹനപ്പുറത്തേറി വന്നു, അയാൾ ഒട്ടകപ്പുറത്തേറി വന്നു, അയാൾ കുതിരപ്പുറത്തേറി വന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഫജാഅത്ഹു തംശി അല ഇസ്തിഹ്യാഇ, അവൾ അങ്ങനെ ലജ്ജയുടെ പുറത്തേറി, ഹയാഇന്റെ, നാണത്തിന്റെ, ലജ്ജയുടെ പുറത്തേറി അവൾ അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമയുടെ അടുത്തേക്ക് കടന്നു വന്നു എന്നാണ്. ചുരുങ്ങിയ വാക്കുകളിൽ അവൾ അവളുടെ വരവിന്റെ സദുദ്ദേശം രേഖപ്പെടുത്തി, അല്ലെങ്കിൽ വെളിപ്പെടുത്തി മൂസാ നബി അലൈഹി സ്വലാമയോട്. ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം, ഒരു പ്രലോഭനത്തിനും വഴിയുണ്ടാക്കാത്ത വിധം വളരെ മാന്യമായി ചുരുങ്ങിയ ചില വാക്കുകളിൽ അവൾ പറഞ്ഞു, ഇന്ന അബി യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത. നേരത്തെയുണ്ടായ ഒരു മീറ്റിംഗിൽ, നേരത്തെയുണ്ടായ ഒരു കണ്ടുമുട്ടലിൽ താങ്കളുടെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലക്ക് താങ്കളിൽ കണ്ണുടക്കി, താങ്കളിൽ അനുരാഗ വിവക്തയായി അങ്ങനെ താങ്കളെ വീണ്ടും കാണാൻ വന്നതൊന്നുമല്ല ഞാൻ. ഇന്ന അബി യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത. ഒറ്റ അവരവിൽ തന്നെ, ഫസ്റ്റ് സെന്റൻസിൽ തന്നെ, ഫസ്റ്റ് വർത്തമാനത്തിൽ തന്നെ അവൾ കാര്യം പറഞ്ഞു. എന്റെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കുടിപ്പിച്ചു തന്ന സേവനത്തിന് കൂലി തരാൻ ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നവൾ പറഞ്ഞു. അവിടെ അവസാനിക്കുന്നു ആ വർത്തമാനം. فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ആ പെൺകുട്ടികളുടെ പിതാവിന്റെ അടുത്തെത്തി ഉണ്ടായ കാര്യങ്ങളൊക്കെ, തന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം മൂസാ നബി അലൈഹി സ്വലാം അയാളോട് വിശദീകരിച്ചു കൊടുത്തു. എങ്ങനെയാണ് ഞാൻ ഈ ജന്മനാടായ ഈജിപ്തിൽ നിന്ന് വിട്ട് അവിടെ നിന്ന് പലായനം ചെയ്ത് ഈ മദിയനിൽ ഒരു പരിചയവുമില്ലാത്ത, ഒരാശയും ഒരഭയവുമില്ലാത്ത ഈ മദിയനിൽ താൻ എത്തിച്ചേരേണ്ടി വന്നത് എന്നതിന്റെ കഥകളൊക്കെ വിവരിച്ചു കൊടുത്തു. ആ പിതാവ് മൂസാ നബിയെ വളരെ നല്ല രീതിയിൽ
ആശ്വസിപ്പിച്ച്, നീ തൽക്കാലം നീ ഭയപ്പെടുന്ന അക്രമികളായ സമൂഹത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ആശ്വസിച്ചുകൊള്ളുക എന്ന് സമാധാനിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ കാലം കുറച്ചങ്ങനെ കടന്നുപോയി. മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ഒരു അഭയത്തിൽ ഏതാനും ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അതിനിടയിൽ ഒരു സന്ദർഭത്തിലാണ് പെൺകുട്ടികളിൽ ഒരാൾ ഖാലത്ത് ഇഹ്ദാഹുമായ അബതിസ്തഅ്ജിറുഹു, ഉപ്പാനോട് വിളിച്ചിട്ട്, ഉപ്പ നിങ്ങൾ അയാളെ കൂലിക്ക് നിർത്തുക വീട്ടിൽ. നമ്മൾ വീട്ടിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. നിങ്ങൾക്ക് ജീവിതാവശ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ, ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ പോലും വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത അവശതയിലാണ് നിങ്ങളുള്ളത്. ഞങ്ങളാണെങ്കിൽ പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നതിനും അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ഒക്കെ വലിയ പരിമിതികളുണ്ട് താനും. അതുകൊണ്ട് ആണായൊരുത്തൻ കൂലിക്ക് വേലക്കാരനായിട്ട് നിർത്തിയാൽ അത് വലിയ കാര്യമാണ്. ഇയാളാണെങ്കിൽ ഇത്രയും ദിവസത്തെ നമ്മുടെ അനുഭവത്തിൽ നല്ല ശക്തനും നല്ല വിശ്വസ്തനും മാന്യനുമായ ഒരാളുമാണ് എന്ന് അവൾ ഉപദേശിച്ചു. പിതാവ് അക്കാര്യം ആലോചിച്ചതിന് ശേഷം, പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം, പിതാവ് കാര്യങ്ങളൊക്കെ വിശകലനം നടത്തിയതിനു ശേഷം പിതാവ് അയാളുടെ പ്രപ്പോസൽ മൂസാ നബി അലൈഹി സ്വലാമയുടെ മുമ്പിൽ വെച്ചു. ആ പ്രപ്പോസൽ, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദബനതയ്യ ഹാതൈൻ, എന്റെ ഈ 2 പെൺമക്കളിൽ ഒരാളെ ഞാൻ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ വീട്ടിലൊരാളെ വേലക്കാരനായി ഒരു ചെറുപ്പക്കാരനെ 2 പെൺമക്കളുള്ള ഒരിടത്ത് നിർത്തുന്നതിന്റെ റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങനെ വെറുതെ വീട്ടിലൊരു അന്യനെ നിർത്തുന്നതിന് പകരം അയാളെ മരുമകനാക്കി വീട്ടിൽ നിർത്തുക എന്ന ഒരു തന്ത്രമാണ് ആ പിതാവ് സ്വീകരിച്ചത്. അതിന് പകരമായി അദ്ദേഹം നിബന്ധനയായി വെച്ചത്, 8 വർഷം നീ എനിക്ക് വേണ്ടി ഇവിടെ ജോലികൾ നിർവഹിക്കണം. അപ്പൊ അത് അദ്ദേഹം 2 പെൺമക്കളുള്ള ഒരു വൃദ്ധനായ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുവളെ കെട്ടി ഒരു ചെറുപ്പക്കാരൻ അവളുമായിട്ട് പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നതിനുള്ള ആശങ്കയുമൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കാം. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം പെട്ടെന്നൊന്നും കല്യാണം കഴിച്ച് പെട്ടെന്നൊന്നും ഇവിടുന്ന് പോകാൻ പറ്റൂല, ഞങ്ങൾക്ക് സഹായമായി, ഞങ്ങൾക്ക് അത്താണിയായി ഒരു 8 വർഷമെങ്കിലും, താങ്കൾക്ക് പറ്റുമെങ്കിൽ ഒരു 10 വർഷമാണെങ്കിൽ വളരെ നന്നായി, ഇല്ലെങ്കിൽ ചുരുങ്ങിയത് 8 വർഷമെങ്കിലും ഇവിടെ നിൽക്കാം എന്ന വ്യവസ്ഥയിൽ എന്റെ മക്കളിൽ ഒരാളെ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാം എന്ന് അയാൾ നിർദ്ദേശം വെക്കുകയും മൂസാ നബി ആ നിർദ്ദേശത്തെ സ്വീകരിക്കുകയും 8ൽ ഏത് അവധി ഞാൻ പൂർത്തീകരിച്ചാലും അതായിരിക്കും നമ്മൾ തമ്മിലുള്ള വ്യവസ്ഥ. 8 വർഷം കഴിഞ്ഞ് എനിക്ക് പോകേണ്ടി വന്നാൽ ഞാൻ പോകുമ്പോ 10 വർഷമല്ല പറഞ്ഞത് എന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. 8 വർഷത്തിൽ എനിക്ക് സാധ്യമാകുന്ന അവധി, പറ്റുമെങ്കിൽ 10 വർഷം തന്നെ, ഇല്ലെങ്കിൽ 8 വർഷം പൂർത്തീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നും അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാം ആ പിതാവിനോട് പറഞ്ഞു. അങ്ങനെ ആ അവധിയൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാം തന്റെ കുടുംബവുമായി മദിയൻ വിട്ട് വീണ്ടും ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകുന്ന പോക്കിനിടയിലാണ് വെളിച്ചമന്വേഷിക്കുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാം പർവ്വതത്തിന്റെ മുകളിൽ വെളിച്ചം കാണുകയും ആ വെളിച്ചത്തിന്റെ അങ്ങോട്ട് മൂസാ നബി അലൈഹി സ്വലാം യഥാർത്ഥത്തിൽ ഒരു തീക്കനൽ തേടിയാണ്, അല്ലെങ്കിൽ ഒരു തീക്കഷ്ണം തേടിയാണ് മൂസാ നബി അലൈഹി സ്വലാം അങ്ങോട്ട് കടന്നു ചെന്നത്. പക്ഷേ അള്ളാഹുവിന്റെ വിധി മറ്റൊന്നായിരുന്നു. സാക്ഷാൽ അള്ളാഹുവാണ് അവിടെ മൂസാ നബി അലൈഹി സ്വലാം ആ വെളിച്ചത്തിന്റെ ചാരെ മൂസാ നബി അലൈഹി സ്വലാമയെ സ്വീകരിച്ചതെന്നും സാക്ഷാൽ അള്ളാഹു തന്നെ മൂസാ നബി അലൈഹി സ്വലാമിയോട്, യാ മൂസ ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ, ഇത് ഞാനാണ് ലോകരക്ഷിതാവായ അള്ളാഹുവാണ്, അള്ളാഹുവായ ഞാനാണിത് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു എന്നതാണ്. ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതിലെ ഗുണപാഠങ്ങൾ ധാരാളമാണ്. വളരെ കാതലായ വിശകലനങ്ങൾ അർഹിക്കുന്ന ഒരു മൂസാ നബി അലൈഹി സ്വലാമയുടെ വിശാലമായ ചരിത്രത്തിലെ വല്ലാതെയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഒന്നാമത്തെ കാര്യം, ഒരു ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിൽ അകപ്പെട്ടുപോയ, തന്റെ ജീവിതത്തിലെ വളരെ തീക്ഷ്ണമായ സങ്കീർണമായ ഒരു ജീവിത സാഹചര്യത്തിൽ താൻ അകപ്പെട്ടുപോയ പ്രതിസന്ധിയിൽ അയാൾ
എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, എന്ത് റെസ്പോൺസ് ആണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. താൻ രക്ഷപ്പെട്ടു പോന്ന, പലായനം ചെയ്തു പോന്ന ഒരിടം, താൻ പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന മറ്റൊരു പ്രദേശം, ആ പ്രദേശത്ത് എട്ടും പൊട്ടും തിരിയാതെ നിൽക്കുന്ന, ആരാണ് അഭയം നൽകുക എന്ന് പോലും അറിയാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം നടത്തുന്ന പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് എത്ര കടുത്തതാണെങ്കിലും, എത്ര തന്നെ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണെങ്കിലും, ജീവിതം മുന്നോട്ട് നോക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല, ആകെ കൂരാകൂരിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ പോലും അള്ളാഹുവോട് മനം നിറഞ്ഞ്, അള്ളാഹുവേ നീ എന്ത് പരിഹാരം നൽകുന്നുവോ, നീ എന്ത് ഖൈർ പ്രദാനം ചെയ്യുന്നുവോ അതിനോടൊക്കെ ഞാൻ ഫക്കീറാണ്. ഫക്കീർ എന്ന് പറയുന്ന അറബി ഭാഷയിൽ ആവശ്യക്കാരൻ എന്നർത്ഥമുള്ള പ്രയോഗമാണ്. അതിൽ നിന്നാണ് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവനെ നമ്മൾ ഫക്കീർ എന്ന് വിളിക്കുന്നത്, അഥവാ ദരിദ്രൻ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് അതുകൊണ്ടാണ്. അള്ളാഹുവേ ഞാൻ ഫക്കീറാണ്, നീ ഗനിയാണ്, നീ എന്ത് നന്മ ഈ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് എനിക്ക് നന്മ എനിക്ക് പ്രദാനം ചെയ്താലും എനിക്കത് ആവശ്യമുണ്ട് എന്ന. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹു പ്രദാനം ചെയ്യുന്ന നന്മകളിലേക്ക് അവലംബിക്കുക, ആ നന്മകളിലേക്ക് പ്രതീക്ഷയർപ്പിക്കുക. അതിനുവേണ്ടി അള്ളാഹുവോട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലെങ്കിലും അള്ളാഹ് അവതരിപ്പിച്ചു തരുന്ന ഏത് ഖൈറും ജീവിതത്തിൽ അത്താണിയാകും, ജീവിതത്തിൽ കച്ചിത്തുരുമ്പാകും, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയാകും എന്ന പ്രതീക്ഷയിൽ താൻ തീർത്തും ഫക്കീറാണ്, എല്ലാ അർത്ഥത്തിലും അള്ളാഹിന്റെ മുമ്പിൽ താൻ പരമദരിദ്രനാണ് എന്ന ബോധത്തിൽ അള്ളാഹുവിനെ അവലംബിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുക, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ ഗുണപാഠങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അദ്ദേഹം അങ്ങനെയായിരിക്കുമ്പോഴും താൻ അവശതയും തന്റെ കാര്യം തന്നെ എന്ത് എന്നറിയാതിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ചുറ്റുവട്ടത്തുള്ളവരെ, ആവശ്യക്കാരെ കാണാൻ താൻ തന്നെയാണ് ഏറ്റവും വലിയ ആവശ്യക്കാരൻ, താൻ തന്നെയാണ് ഒരു കച്ചിത്തുരുമ്പുമില്ലാതെ, വീടില്ലാതെ, ഭക്ഷണമില്ലാതെ, ഒന്നും കൈവശമില്ലാതിരിക്കുമ്പോഴും തന്റെ ചുറ്റുഭാഗത്ത് തന്റെ അത്ര പോലും ദരിദ്രമല്ലാത്ത, ആവശ്യക്കാരല്ലാത്ത ആളുകളെ കാണുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിന് മുൻഗണന നൽകുകയും ചെയ്യുക എന്നത് ഒരു ബാധ്യതയായി ഒരു മനുഷ്യൻ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു മൂല്യമാണ്. മൂസാ നബി അലൈഹി സ്വലാം അതാണ് ചെയ്തത്. താൻ തന്നെ ആകെ അടങ്ങാറായി നിൽക്കാൻ, തനിക്ക് തന്നെ ഒരു ഗതിയുമില്ല എന്ന് കരുതി ആ പെൺകുട്ടികളുടെ നേരെ അദ്ദേഹം കണ്ണടച്ചില്ല. അവർ അഭിമുഖീകരിക്കുന്ന, താൽക്കാലികമായിട്ട് ചെറിയൊരു പ്രയാസമാണ് അവർ അഭിമുഖീകരിക്കുന്നത് എങ്കിൽ പോലും ആ പ്രശ്നത്തെ അദ്ദേഹം അന്വേഷിച്ചു, അതിനെ അഡ്രസ് ചെയ്തു. വളരെ മാന്യമായി ആ പെൺകുട്ടികളോട് അദ്ദേഹം ഇടപെട്ടു. ആ പെൺകുട്ടികൾ തിരിച്ചും വളരെ മാന്യമായി ഇടപെട്ടു. ആ പെൺകുട്ടികളുടെ ഗുണമായിട്ട് അദ്ദേഹത്തിലേക്ക് വീണ്ടും പിന്നീട് അദ്ദേഹത്തെ അന്വേഷിച്ചു വന്ന ആ പെൺകുട്ടിയുടെ ഗുണമായിട്ട് അല്ലാഹു പറയുന്ന കാര്യങ്ങൾ കുറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കാലം എന്ന് പറയുന്നത് ആണായാലും പെണ്ണായാലും ലജ്ജയുടെ ഒരംശവും ജീവിതത്തിൽ ഉണ്ടാകുന്നത് വലിയ മാനക്കേടാണ്, വലിയ കുറവാണെന്ന് കരുതുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക സങ്കല്പം അനുസരിച്ച് അതേ സമയത്ത് അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, അത് പെണ്ണുങ്ങൾക്ക് മാത്രം, സ്ത്രീകൾക്ക് മാത്രം ബാധകമായതൊന്നല്ല. ഒരു ആവശ്യമായ അളവിലുള്ള നാണം, മാനം, ലജ്ജ എന്നൊക്കെ പറയുന്നത് ഈമാനിന്റെ അനിവാര്യമായ താല്പര്യമാണ്. അതിനെ നിരാകരിക്കുന്ന കാലമാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ചും പ്രകൃതിപരമായിട്ട് തന്നെ അത്തരം ഗുണങ്ങൾ സ്ത്രീകളിൽ പ്രത്യേകമായി ഉണ്ടാകും എന്നതിലേക്ക് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സൂചന നൽകുന്നത്. അങ്ങനെ ലജ്ജപ്പുറത്തേറിയാണ് ആ പെൺകുട്ടി വന്നത്. നാണത്തോടുകൂടി, ലജ്ജയോടുകൂടിയാണ് അവൾ വന്നത്. പക്ഷേ അവൾ നാണം കുണുങ്ങി ചിണുങ്ങി ഒരു യുവാവിനെ പ്രലോഭിപ്പിക്കുകയും ആകർഷിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. വളരെ കൃത്യതയുള്ള വാക്കുകളിലൂടെ പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവളുടെ ലക്ഷ്യം, വരവിന്റെ ഉദ്ദേശം വ്യക്തമാക്കി എന്നതാണ്. അപ്പോ അത് വളരെ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹയാഇന്റെ ഒരു പ്രാധാന്യം ആണായാലും പെണ്ണായാലും അത് വേണം. ഇവിടെ സവിശേഷമായി ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ നമ്മുടെ കാലത്ത് ഇത് വളരെ കൃത്യതയിൽ പറയേണ്ടതുണ്ട്. നമ്മുടെ
പ്രത്യേകിച്ചും സോഷ്യൽ ലൈഫിൽ സ്ത്രീകളുടെ കടന്നുവരവ്, സ്ത്രീകളുടെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ വ്യാപകമായ ഒരു കാലത്താണ് നമ്മളുള്ളത്. പക്ഷേ അതിനെയൊക്കെ അനുവദിക്കുന്നതോടൊപ്പം തന്നെ അവിടെയൊക്കെ പാലിക്കേണ്ടുന്ന മര്യാദകൾ, അവിടെയൊക്കെ അടിസ്ഥാനപരമായി കാത്തുസൂക്ഷിക്കേണ്ടുന്ന മൂല്യങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ കൈവിട്ട് കളയാതിരിക്കണം എന്ന പാഠം ഇതിലുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പിന്നീട് അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് സഹായമായി അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് തുറക്കപ്പെട്ട വഴി ഏതാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാം, പിന്നൊക്കെ ഇങ്ങനെ മാനത്ത് നിന്ന് പൊട്ടിയിറങ്ങിക്കൊള്ളും എല്ലാ സഹായങ്ങളും എന്ന് തെറ്റിദ്ധരിച്ച് നിൽക്കാൻ പാടില്ല. അള്ളാഹിനോട് സഹായം ചോദിച്ചാൽ പിന്നീട് നിങ്ങൾ അധ്വാനിക്കാൻ സന്നദ്ധമായിരിക്കണം. അധ്വാനിക്കാനുള്ള വഴിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിനായി പ്രാർത്ഥിച്ചാൽ അള്ളാഹു തുറന്നു തരിക. പ്രാർത്ഥനയെക്കുറിച്ചും അള്ളാഹിന്റെ സഹായത്തെക്കുറിച്ചും വളരെ മൂഢമായ ധാരണകളാണ് നമുക്കുള്ളത്. അതിനെയൊക്കെ പൊളിക്കുന്നതാണ് മൂസാ നബി അലൈഹി സ്വലാമയുടെ ഈ പ്രാർത്ഥനയും അതിന് അള്ളാഹു ഉത്തരം നൽകുന്ന രീതിയും എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാമക്ക് മുമ്പിലേക്ക് അള്ളാഹു മന്നയും സൽവയും ആ ഘട്ടത്തിൽ ഇറക്കി കൊടുക്കുകയല്ല അദ്ദേഹത്തിന്റെ പ്രശ്നപരിഹാരത്തിനായി ചെയ്തിട്ടുള്ളത്. മറിച്ച് അധ്വാനിക്കാനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ്. ആ പ്രായമായ മനുഷ്യൻ മൂസാ നബി അലൈഹി സ്വലാമയുടെ മുമ്പിൽ വെക്കുന്ന നിർദ്ദേശം, എനിക്ക് വേണ്ടി 8 വർഷക്കാലം പണിയെടുക്കണം നീ എന്നതാണ് അയാൾ വെക്കുന്ന നിർദ്ദേശം. അതിനെ സ്വീകരിക്കുകയാണ് മൂസാ നബി. മൂസാ നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്ന, വീണ്ടും ഈജിപ്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകത്വം ഏറ്റുവാങ്ങി തിരിച്ചു പോകുന്നതിനടക്കുള്ള ഒരു 8 വർഷക്കാലത്തെ അല്ലെങ്കിൽ 10 വർഷക്കാലത്തെ ഒരു വിശ്രമ ജീവിതം എന്ന് പറയാവുന്ന, എന്നാൽ കഠിനമായ അധ്വാനത്തിന്റെ, കായികാധ്വാനത്തിന്റെ ഒരു കാലമാണ് ആ 10 വർഷങ്ങളിലൂടെ കടന്നുപോയത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ സഹായങ്ങൾ ജീവിതത്തിലേക്ക് വരിക, നമുക്ക് അമല് ചെയ്യാനുള്ള, നമുക്ക് അധ്വാനിക്കാനുള്ള, പരിശ്രമിക്കാനുള്ള, അതുവഴി ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുക. ഇതാണ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടുക. അള്ളാഹിനോട് ഖൈർ പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവെ സഹായിക്കണമേ ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു തുറന്നു തരിക. അത്തരം അവസരങ്ങളാണ് എന്ന് കൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അവിടെ നിന്ന് അങ്ങോട്ട് ആ അധ്വാനപൂർണമായ ഒരു ജീവിതത്തിലൂടെ ഉണ്ടായ ആ അധ്വാനിക്കാൻ അദ്ദേഹം കാണിച്ച സന്നദ്ധതയിലൂടെ അദ്ദേഹത്തിനുണ്ടായ ഒരു കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, ആ ദാമ്പത്യ ജീവിതം കൂടി പൂർത്തിയായി ഒരു കുടുംബമായി ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം മദിയനിൽ നിന്ന് മിസ്റിലേക്ക് തിരിക്കുന്ന വേളയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമയെ നുബുവ്വത്ത് കൊണ്ട് അനുഗ്രഹിക്കാൻ തീരുമാനിക്കുന്നത്. അതിന് തെരഞ്ഞെടുക്കുന്ന സമയം വളരെ പ്രധാനമാണ്. അദ്ദേഹം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു കുടുംബമായി, എല്ലാറ്റിൽ നിന്നും അകന്നുള്ള ഒരു ജീവിതമല്ല, സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മാറിയുള്ള, തന്റെ മാത്രം സുഖങ്ങളും സൗകര്യങ്ങളും തേടിയുള്ള ഒറ്റക്കുള്ള ഒരു ജീവിതമല്ല, മറിച്ച് മനുഷ്യജീവിതം ഈ പ്രപഞ്ചം ആവശ്യപ്പെടുന്നത് പോലെ ഒരു ദാമ്പത്യ ജീവിതത്തിന് സന്നദ്ധമാവുകയും അതിലൂടെ കടന്നു പോവുകയും മുന്നോട്ട് പോവുകയും ചെയ്തപ്പോ അതിന്റെ പുറത്തേക്കാണ് അള്ളാഹു അറിഞ്ഞാദരിച്ച് മൂസാ നബി അലൈഹി സ്വലാമക്ക് നുബുവ്വത്ത് നൽകുന്നത് എന്ന് മാത്രമല്ല, സാക്ഷാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കേൾക്കാൻ, അള്ളാഹുവോട് സംസാരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമക്ക് അവസരമുണ്ടായി. ഇത് ഞാനാണ് റബ്ബുൽ ആലമീനായ അല്ലാഹ് എന്ന് അള്ളാഹു പറയുന്നത് കേൾക്കാൻ, അള്ളാഹുവോട് തിരിച്ച് സംസാരിക്കാൻ മൂസാ നബി അലൈഹി സ്വലാമക്ക് അവസരമുണ്ടായി. ഈ അനുഗ്രഹങ്ങളിലേക്കൊക്കെ മൂസാ നബി അലൈഹി സ്വലാമിന് വഴി തുറക്കപ്പെടുന്നതിന്റെ പ്രാഥമികമായ തുടക്കം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അവലംബിക്കാൻ, അള്ളാഹുവിലേക്ക് പ്രതീക്ഷയർപ്പിക്കാനുള്ള, അള്ളാഹുവോട് പ്രാർത്ഥിക്കാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധതയും മനസ്സിൽ നിന്നാണ്. അതിലേക്ക് അള്ളാഹിന്റെ സഹായം വന്നിറങ്ങുമ്പോൾ അധ്വാനിക്കാനുള്ള, പരിശ്രമങ്ങൾ നടത്താനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധതയിലേക്കാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനും ആ കുടുംബജീവിതത്തെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ജാഗ്രതയിലേക്കാണ് അള്ളാഹുവിന്റെ സഹായങ്ങളൊക്കെയും മൂസാ നബി അലൈഹി സ്വലാമക്ക് വന്നിറങ്ങിയത് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വെളിച്ചം പകരുന്ന, നമ്മുടെ ഇരുളടഞ്ഞ വഴികളിൽ നമുക്ക് വെളിച്ചം പകരുന്ന, വഴി വെട്ടിച്ചു തെളിച്ചു തരുന്ന സന്ദേശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിന്ന് മാർഗദർശനം സ്വീകരിക്കുവാനുള്ള ഹൃദയ വിശാലത നൽകി
വൈജ്ഞാനിക കരുത്ത് നൽകി അതിനുള്ള ധാരാളമായി ഇൽമ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم إنا نعوذ بك من سوء أعمالنا. اللهم لا تؤاخذنا بما فعل السفهاء منا. اللهم أرنا في الظالمين عجائب قدرتك. اللهم خذ الظالمين أخذ عزيز مقتدر فإنهم لا يعجزونك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم.